എന്തിനാണ് മനുഷ്യർ മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ പുകവലിക്കുന്നത്, കഞ്ചാവടിച്ച് കിറുങ്ങി എവിടെയെങ്കിലും നടക്കുന്നത്, പാൻപരാഗ്, ഹാൻസ് തുടങ്ങിയ ബാക്കി ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്നത്? പലർക്കും പല കാരണങ്ങളാണ്. മദ്യപാനികൾ, അതിന് അടിമകളായിട്ടുള്ളവർ പലപ്പോഴും പറയാറുള്ളത് നല്ല ഉറക്കം കിട്ടാനാണ് മദ്യപിക്കുന്നതെന്നാണ്. ചിലർ പറയും എന്തിനാണ് മനുഷ്യർ മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ പുകവലിക്കുന്നത്, കഞ്ചാവടിച്ച് കിറുങ്ങി എവിടെയെങ്കിലും നടക്കുന്നത്, പാൻപരാഗ്, ഹാൻസ് തുടങ്ങിയ ബാക്കി ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്നത്? പലർക്കും പല കാരണങ്ങളാണ്. മദ്യപാനികൾ, അതിന് അടിമകളായിട്ടുള്ളവർ പലപ്പോഴും പറയാറുള്ളത് നല്ല ഉറക്കം കിട്ടാനാണ് മദ്യപിക്കുന്നതെന്നാണ്. ചിലർ പറയും വീട്ടിൽ സമാധാനമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് അടിച്ച് ബോധം കെട്ട് എവിടെയെങ്കിലും ചുരുണ്ട് കിടന്ന് ഉറങ്ങി ഒരല്പം സമാധാനം ഉണ്ടാക്കാനാണ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇനി ചിലർ പ്രോബ്ലംസിനെ എസ്കേപ്പ് ചെയ്യാനാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ചിലർ ആഘോഷരാവുകൾക്ക് മാറ്റുകൂട്ടാനാണ് മദ്യപിക്കുന്നത്, അല്ലെങ്കിൽ ലഹരിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് ബാക്കിയുള്ള പ്രശ്നങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എനിത്തിങ് വിച്ച് ഹാസ് ആൻ എഫക്റ്റ് വിൽ ഹാവ് സൈഡ് എഫക്ട്സ് എന്ന് നമ്മൾ ഡോക്ടർമാർ പറയാറുണ്ട്. അതായത് എന്ത് മരുന്നിനാണെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടാവും. ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനങ്ങൾക്കാണെങ്കിൽ പോലും, ഇപ്പോൾ ചിലർ പറയാറുണ്ട് ആയുർവേദമാണെങ്കിൽ എല്ലാം പ്രകൃതിയിൽ നിന്നല്ലേ. പ്രകൃതി ചികിത്സകരും അങ്ങനെ അവകാശപ്പെടാറുണ്ട്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് ഈ കഞ്ചാവ്. പുകയില എന്ന് പറയുന്നതും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഈ സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് അൺഡിസൈറബിൾ ആയിട്ടുള്ള എഫക്റ്റ് എന്തോ അതാണ് സൈഡ് എഫക്റ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അഭിലഷിക്കുന്നതായിട്ട് ഉള്ളതല്ലാത്ത എന്ത് എഫക്റ്റിനെയും സൈഡ് എഫക്റ്റ് എന്ന് തന്നെ നമ്മൾ പറയും. അത് എന്ത് മരുന്നിനും ഉള്ളതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും പുകവലിക്കും എല്ലാം ഇതേ സൈഡ് എഫക്ട്സ് തന്നെ ഉണ്ടാകാം. അത് പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാക്കുന്ന സംഗതികൾ. ഈ ആൽക്കഹോളിൻ്റെ സൈഡ് എഫക്ട്സിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ ഉറക്കം അല്ലെങ്കിൽ സെഡേഷനാണ്. ബോധം കെട്ടുകിടന്ന് ഉറങ്ങാൻ, അതിനു വേണ്ടിയാണ് പലപ്പോഴും മദ്യപിക്കുന്നത് തന്നെ. പക്ഷേ ഈ ഉറക്കം ശരിയായിട്ടുള്ളൊരു ഉറക്കമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനെയും നാഡീഞരമ്പുകളെയും മന്ദിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പലരും തിരിച്ചറിയാത്ത ഒരു സത്യം. അപ്പോൾ ഇച്ചിരി ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടി ഉള്ള എന്തെങ്കിലും ഒരു അല്പം സൈക്കാട്രി ഇൽനെസ്സും കൂടെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കാം. പിന്നെ ഉത്കണ്ഠയും ഡിപ്രഷനും ഇല്ലാത്ത ആളുകൾ ഇന്ന് നാട്ടിൽ ഇപ്പോൾ കുറവാണ് എന്ന് തന്നെ പറയാം. പലപ്പോഴും ജോലിയില്ലാത്തത് കൊണ്ടും വരുമാന മാർഗമില്ലാത്തത് കൊണ്ടും ഒക്കെ ഈ പറഞ്ഞ ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ളവരിലൊക്കെ അല്പം ആൽക്കഹോളും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിനോട് ഒരു അടിമത്തം ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അവർക്ക് ഒഴിവാക്കാൻ അവർ ടെമ്പററി ആയിട്ടുള്ള ഒരു എക്സ്റ്റസി ഫീലിംഗ് കൊടുക്കുകയും അതിലേക്ക് കൂടുതൽ അവർ അറ്റാച്ച്ഡ് ആയി കൊണ്ടും ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഡി അഡിക്ഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും പറഞ്ഞു വരുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. ഈ ഡി അഡിക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ മെൻ്റൽ ഇൽനെസ്സിനെയും കൂടി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും മദ്യപിക്കുന്നവരിൽ അത് നിർത്തണമെങ്കിൽ, കഞ്ചാവ് വലിക്കുന്നവരിൽ അത് നിർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെൻ്റൽ ഇൽനെസ്സിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഏറ്റവും പ്രധാനം അതിനകത്ത് നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പലപ്പോഴും അറിയില്ല, ഈ ഡിപ്രഷനിലും ആങ്സൈറ്റിയിലുമൊക്കെ നമ്മുടെ ബയോകെമിക്കൽസിൻ്റെ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സൈറ്റോകൈൻസ്, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻസ് തുടങ്ങിയ ഈ ബയോകെമിക്കൽസിൻ്റെ വേരിയേഷൻ തന്നെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് നമ്മളൊന്നും മനസ്സിലാക്കാതെ പോലെ, ഒരു ജലദോഷം വരുന്നത് പോലെ നമ്മളിൽ 90% ആൾക്കാർക്കും വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ചില ദിവസങ്ങളിൽ എണീക്കുമ്പോൾ യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ, ക്ഷീണം അനുഭവിക്കുന്നത് പോലെ തോന്നുന്ന പല സൈക്കോസൊമാറ്റിക് സിംറ്റംസും നമ്മളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഒരു മരുന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കും എന്നുള്ളതും ഇവർക്ക് ഇങ്ങനെയുള്ള അഡിക്ഷനിൽ നിന്നും മുക്തി പ്രാപിച്ച് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടി കൊടുത്തെന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഡി അഡിക്ഷൻ പലപ്പോഴും സാധ്യമാവുകയുള്ളൂ. അതിന്
കഴിയുമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എവിടെയെങ്കിലും മാറി നിന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു സൈക്കോളജി സെൻറ്ററിലോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറിൻ്റെ കീഴിലോ കുറച്ച് ദിവസം അഡ്മിറ്റായി തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിന് നല്ല ഉറക്കം കിട്ടി നമ്മുടെ ആങ്സൈറ്റിയിൽ നിന്ന് ഒന്ന് മുക്തി പ്രാപിച്ചെന്നാൽ മാത്രമേ അതിന് പോസിബിളായി വരത്തുള്ളൂ എന്നുള്ളത് കുടുംബാംഗങ്ങളും പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഡി അഡിക്ഷന് ആദ്യമേ തന്നെ രോഗിയുടെ പൂർണ്ണ സമ്മതം വേണം, സഹകരണം വേണം. അപ്പോൾ ഇതിന് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അതായത് മദ്യപാനികളായിരുന്ന ആൾക്കാർ അതിൽ നിന്നും മുക്തി പ്രാപിച്ച് അവർ തന്നെ ഫോം ചെയ്തൊരു ഗ്രൂപ്പാണ്, ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവർ തന്നെ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്ത് അവർ തന്നെ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും കൂടിക്കാഴ്ച നടത്തി അവർ പരസ്പരം സംവദിച്ച് അതിൽ നിന്നും മുക്തി പ്രാപിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. പലപ്പോഴും ഇതിന് വീണ്ടും റിലാപ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ കൂട്ടായ സപ്പോർട്ട് വഴി അതിൽ നിന്ന് മുക്തി പ്രാപിപ്പിച്ചുകൊണ്ട് വരുത്താനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ സാമൂഹ്യ വിപത്തായി മാറാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കൊച്ചുകുട്ടികളാണെങ്കിലും ടീനേജ് പ്രായക്കാരാണെങ്കിലും കഞ്ചാവ് വളരെ സുലഭമായിട്ട് നമ്മുടെ നാടുകളിലെല്ലാം അവൈലബിൾ ആണ്. അതോടൊപ്പം ഡ്രഗ്സിൽ നിന്നും വളരെ പ്രശസ്തരായ വ്യക്തികളുടെ മക്കളടക്കം പിടിക്കപ്പെടുകയും അവർക്ക് അതിന് ഉള്ള എല്ലാ ഒത്താശകളും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സമൂഹം മാറുകയും ഇതൊരു വലിയ ബിസിനസ്സായി വളർന്നു വരികയും ചെയ്യുന്ന ഭീതികരമായ കാഴ്ച നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇതിൽ നിന്നും മുക്തി പ്രാപിക്കണമെന്ന പൂർണ്ണ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവസമക്ഷം ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയും അത് കുടുംബാംഗങ്ങളുടെ മുൻപിൽ വെച്ച് അവരവർ വിശ്വസിക്കുന്ന ദൈവസമക്ഷം അവർ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം അത് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് അത് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കമില്ലായ്മയോ ചിലപ്പം ഭയങ്കരമായ ഉറക്കമോ ഭയങ്കരമായ ദേഷ്യമോ ഭ്രാന്ത് പിടിക്കുന്നത് പോലുള്ള ഇമോഷണൽ ചേഞ്ചസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങളും അതിനോട് സഹകരിക്കണം. പ്രത്യേകിച്ചും പുകവലിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവർ പുകവലിക്കുന്നത് കാണുമ്പോഴത്തേക്കും വീണ്ടും വലിക്കാൻ ഒരു ടെൻഡൻസി വരാറുണ്ട്. മുറുക്കാൻ കട കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ സിഗരറ്റ് വലിക്കുന്ന ഒരു സീൻ കാണുമ്പോഴത്തേക്കും അത് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ അങ്ങനെ ഒരു സീൻ കാണുമ്പോഴത്തേക്കും അവർക്ക് അതിനുള്ള ടെൻഡൻസി വീണ്ടും ടെംപ്റ്റേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എൻഗേജ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ജോലികളിലായിട്ട് ഒക്കുപേഷണൽ തെറാപ്പി ആയിട്ടും റീഹാബിലിറ്റേഷനായിട്ടും അതിന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കഴിയുമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ അത് ചെയ്യാനായിട്ടും ആവശ്യമെങ്കിൽ അതിനുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9567710073 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യ വിപത്തുകളിൽ നിന്നും നമ്മുടെ യുവതലമുറയും സംരക്ഷിക്കേണ്ട ബാധ്യത, അതിൻ്റെ ഉത്തരവാദിത്തം നമ്മളിൽ തന്നെയാണ്. എവരിവൺ സ്റ്റേ ഹെൽത്തി. താങ്ക് യു.